ഹായ് ഫ്രണ്ട്സ്, അങ്ങനെ മറ്റൊരു മിനി വ്ലോഗിലേക്ക് സ്വാഗതം കേട്ടോ. കാലത്ത് തന്നെ മഴയും നനഞ്ഞൊന്ന് പാർക്കിൽ നിന്ന് ഞാൻ കാർ എടുത്തിട്ടോ. ഇന്ന് ഞങ്ങളൊരു യാത്ര പോണേ. കഴിഞ്ഞ തവണ പോയ പോലെ തന്നെ ലച്ചൂടിന്ന് നൈറ്റ് ഓഫാണ്. ചേച്ചി അളിയനും പിള്ളേരും പിന്നെ നൈനുമായിട്ട് ഞങ്ങൾ നേരെ പോയത് ആസ്റ്ററിലേക്കാണ് കേട്ടോ. മഴ കാരണം ഇന്നത്തെ ഈ ട്രിപ്പ് ക്യാൻസൽ ആക്കിയല്ലോ എന്ന് വരെ കരുതിയതാണ്. പക്ഷെ പ്ലാൻ ചെയ്തുകൊണ്ട് അങ്ങോട്ട് ഇറങ്ങി. ഞങ്ങൾ ആദ്യം പോയത് ചിമ്മിനി ഡാമിലേക്കാണ് കേട്ടോ. പോണ വഴി നല്ലൊരു അരുവി കണ്ടപ്പോൾ അവിടെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്ത് ഒരു ഐസ്ക്രീം കാര്യങ്ങളൊക്കെ കഴിച്ചു. അവിടെ നിന്ന് കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ ചെക്ക് പോസ്റ്റ് എത്തും. കാറിന് നമ്മൾക്ക് ടിക്കറ്റ് എടുത്ത് നമ്മൾ മുന്നോട്ട് യാത്ര ആരംഭിച്ചു. അവിടെ കൊണ്ട് വണ്ടി സേഫായി പാർക്ക് ചെയ്ത് ഞങ്ങൾ ഡാമിലേക്ക് കയറിയിട്ടാം. ഈ അടുത്ത് കുറേ റീൽസ് കണ്ടുകൊണ്ടാണ് ഞങ്ങൾ ഈ ഒരു ലൊക്കേഷൻ സെലക്ട് ചെയ്തിട്ടാം. പക്ഷെ പറയാതെ വയ്യ, അത്ര ബ്യൂട്ടിഫുൾ ആയിട്ട് ലൊക്കേഷൻ തന്നെയാട്ടത്. ഏത് സൈഡ് നോക്കിയാലും നല്ല കിടിലം വ്യൂ ആണ്. ഫാമിലിയുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയൊരു സമയം തന്നെയാട്ടത്. മഴക്കാലത്ത് വരുന്നത് തന്നെയാണ് ഏറ്റവും കൂടുതൽ ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നിയത്. കാരണം അത്രയും ചൂട് വരുന്ന സ്ഥലം കൂടിയാണത്. അവിടെ കുറേ നേരം ടൈം സ്പെൻഡ് ചെയ്ത് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. ഭക്ഷണം കഴിക്കാൻ ഹോട്ടലിൽ ഞാൻ കുറേ ദൂരം ഓടി. അവസാനം കിട്ടിയത് ഒരു ചെറിയ കള്ളി ഷാപ്പാണ് കേട്ടോ. ഞങ്ങൾ എല്ലാവരും അവിടെ കയറി ഫുഡും കഴിച്ച് നേരെ പോയത് തൃശ്ശൂർ സുവോളജിക്കൽ പാർക്കിലേക്കാണ് കേട്ടോ. ഇത് ഓപ്പൺ ആയിട്ട് കുറച്ചായിട്ടുള്ളൂ. പക്ഷെ അതൊരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് തന്നെയാണ് കേട്ടോ. ഏക്കർ കണക്കിന് സ്ഥലത്ത് അവരുടെ ഒരു അറേഞ്ച്മെന്റ്സ് ശരിക്കും ഒരു കാട്ടിലൂടെ പോകുന്ന ഒരു പ്രതീതിയാണ് കേട്ടോ നമുക്ക്. ഇനി നടക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് വേണ്ടി ബസ് സർവീസ് ഉണ്ട് കേട്ടോ. ഒരുവിധപ്പെട്ട എല്ലാ മൃഗങ്ങളെയും പക്ഷികളെയും നമുക്ക് ഇവിടെ ചെന്ന് കാണാൻ പറ്റും കേട്ടോ. പുലിയും കടുവയാണ് കേട്ടോ മെയിൻ ഹൈലൈറ്റ്. നോർമൽ നമ്മൾ സൂവിൽ കാണുന്ന പോലെ ഒരു കൂട്ടിനകത്ത് അടച്ചിട്ടതല്ലാതെ ഏക്കർ കണക്കിന് സ്ഥലം അതിനുവേണ്ടി തുറന്നിട്ട് കൊടുത്തേക്കണേ. അത് നടക്കുന്ന ഓടുന്ന എല്ലാം നമുക്ക് നേരിട്ട് കാണാൻ പറ്റും. കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും അതൊരു വലിയൊരു എക്സ്പീരിയൻസ് തന്നെ ആയിക്കോട്ടെ. ഒരാൾക്ക് 70 ടിക്കറ്റ് എന്ന് പറയുന്നത് എന്തുകൊണ്ട് ഇത് വേർത്താണ്. അവിടുത്തെ കാഴ്ചകളുടെ തിരിച്ചിറങ്ങിയപ്പോഴത്തേക്ക് ഏകദേശം 5:30 മണിയായി. അവിടെ ഞങ്ങൾ ഒറ്റ സ്ട്രെച്ചിന് അങ്കമാലിയിലേക്ക്. അവിടുത്തെ അറേബ്യൻ പാലസിൽ എത്തിയ ഒരു മന്തിയും കഴിച്ച് ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തി. ഇനി വണ്ടി കംപ്ലീറ്റ് ചെയ്യാം. ഇന്ന് നാളെ വണ്ടിയൊക്കെ ഒന്ന് കഴുകണം. അങ്ങനെ ഈ ഒരു നല്ലൊരു യാത്രയിലൂടെ ഈ ഒരു ദിവസം കടന്നു പോയിട്ടാണ്.